ആർക്കെങ്കിലും ഇത് കരോക്കെ വെച്ച് പാടണം എന്ന ആഗ്രഹമുള്ളവർക്ക് ലിറിക്സോട് കൂടിയ കരോക്കെയും ഞാൻ ആ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സാധാരണ നമ്മൾ അനുപല്ലവി പാടിയ ശേഷം പല്ലവി ഒന്ന് പാടും അല്ലേ? ഇവിടെ പല്ലവിയുടെ അതേ ട്യൂണിൽ വേറെ വരിയാണ് പാടുന്നത്. അതിങ്ങനെയാണ്: ഹിമഗിരി ശിഖരം ചൂടി. അവതരിപ്പിക്കുന്ന നിങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടു തന്നിരിക്കുകയാണ്. ഇതിൽ ഏതാണോ നിങ്ങൾക്ക് പാടിയിട്ട് കുറച്ചും കൂടെ നന്നായി പാടാൻ പറ്റുന്നത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. റിപ്പീറ്റ് ചെയ്യുമ്പോൾ ചെറിയൊരു വ്യത്യാസം ഉള്ളത് ജനനിയുടെ അവിടെയാണ്. നിരുപമ സുരുചിര ജനനി എന്ന് വരും. ആദ്യം പാടിയത് ജനനി, രണ്ടാമത് പാടുമ്പോൾ ജനനി എന്ന് വരും. ഇനി കരോക്കെ വെക്കാതെയാണ് നിങ്ങൾ പാടുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു വിരുത്തം കഴിഞ്ഞ ശേഷം ഒരു കൗണ്ട് കൊടുക്കുക. അതായത് വന്ദേ മാതരം നിരുപമ സുരുചിര ജനനി എന്ന് ആരംഭിക്കാവുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. ഗായിക പ്രിയയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മുൻ വർഷങ്ങളിലേതുപോലെ ഇപ്രാവശ്യവും ഒരു ദേശഭക്തി ഗാനം പരിചയപ്പെടുത്തുകയാണ്. സോളോ ആയിട്ടും ഗ്രൂപ്പായിട്ടും പാടി അവതരിപ്പിക്കാവുന്ന രീതിയിലാണ് ഇത് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. പലപ്പോഴും ഇത്തരം പുതിയ പാട്ടുകളൊക്കെ പരിചയപ്പെടുത്തുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇതൊന്ന് മുഴുവനായിട്ട് പാടി ഇടുമെന്ന്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വേർഷൻ വിത്ത് ഓർക്കസ്ട്ര ഞാൻ എൻ്റെ രണ്ടാമത്തെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ആർക്കെങ്കിലും ഇത് കരോക്കെ വെച്ച് പാടണം എന്ന ആഗ്രഹമുള്ളവർക്ക് ലിറിക്സോട് കൂടിയ കരോക്കെയും ഞാൻ ആ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, കണ്ടു നോക്കുക. അതേപോലെ ഇതിന് മുൻപ് നമ്മൾ ചെയ്തിട്ടുള്ള ദേശഭക്തി ഗാനങ്ങളുടെ ഫുൾ സോങ്ങും കരോക്കെയും ഒക്കെ ആ ചാനലിലുണ്ട്. അതേപോലെ പലരും കമൻസിൽ ചോദിക്കുന്ന കാര്യമാണ്, ഒരു LP കുട്ടിക്ക് പറ്റിയ ലളിതഗാനം അല്ലെങ്കിൽ ഹൈസ്കൂൾ ലെവലിന് പറ്റിയ ലളിതഗാനം ഒക്കെ ട്യൂട്ടോറിയൽ ചെയ്യാവോ എന്ന്. അപ്പോൾ അത്തരത്തിലുള്ള ലളിതഗാനങ്ങളും കുറച്ച് മലയാളം പദ്യങ്ങളൊക്കെ ആ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ദേശഭക്തി ഗാനം പാടാൻ വേണ്ടിയിട്ട് ഇത് ഏത് രാഗത്തിൽ ചിട്ടപ്പെടുത്തിയതാണ് അല്ലെങ്കിൽ ഇതിൻ്റെ നൊട്ടേഷൻസ് എന്തൊക്കെയാണ് എന്നൊന്നും അറിഞ്ഞിരിക്കേണ്ടത് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. പക്ഷേ അത് അറിയണമെന്ന് ആഗ്രഹമുള്ള ചിലർ പലപ്പോഴും കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കാറുണ്ട് ഇത് ഏത് രാഗത്തിലുള്ളതാണെന്നൊക്കെ. അപ്പോൾ അവർക്ക് വേണ്ടി പറയുകയാണ്, ഇത് ആഭോഗി എന്ന രാഗത്തെ അടിസ്ഥാനമാക്കി ചെയ്തിട്ടുള്ളതാണ്. സരി ഗ മ ധ സ സ ധ മ ഗ രി സ. ആഭോഗി എന്ന രാഗത്തെക്കുറിച്ചും അതിൻ്റെ സ്വരസ്ഥാനങ്ങളെക്കുറിച്ചും സ്വരസഞ്ചാരങ്ങളെക്കുറിച്ചും അതിൽ ചിട്ടപ്പെടുത്തിയ കീർത്തനങ്ങളെക്കുറിച്ചും ചലച്ചിത്ര ഗാനങ്ങളെക്കുറിച്ചും ഒക്കെ ഒരു എപ്പിസോഡ് ഞാൻ ചെയ്തിട്ടുണ്ട്. ലിങ്ക് തരാം. കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഈ പാട്ടിൻ്റെ തുടക്കത്തിൽ ഒരു വിരുത്തം വരുന്നുണ്ട്. അതായത് വന്ദേ മാതരം എന്നൊരു വാക്ക് രണ്ട് രീതിയിൽ പാടുന്നുണ്ട്. അതിങ്ങനെയാണ്: വന്ദേ മാതരം വന്ദേ മാതരം. എളുപ്പമാണല്ലോ. ആദ്യത്തേത് താഴെ തന്നെയാണ്, വന്ദേ മാതരം. രണ്ടാമത്തത് ഒരല്പം മേലെയാണ്, വന്ദേ. പഴയ സ്ഥലത്ത് തന്നെ തുടങ്ങി കുറച്ച് മുകളിലേക്ക് എടുക്കുക, വന്ദേ. പിന്നെ അതിലും മുകളിൽ മാതരം. ഈ പാട്ട് നമ്മൾ സോളോ ആയിട്ടാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ മുഴുവനും നമ്മൾ ഒറ്റയ്ക്ക് തന്നെ പാടേണ്ടി വരുമല്ലോ. ഇനിയിപ്പോൾ അതല്ല, ഗ്രൂപ്പായിട്ടാണ് പാടുന്നതെങ്കിൽ ഈ ഒരു വിരുത്തം ആ ലീഡ് പാടുന്ന ഗായകൻ അല്ലെങ്കിൽ ഗായിക വേണം പാടാൻ. ഗ്രൂപ്പ് അംഗങ്ങൾ പാടേണ്ട ആവശ്യം വരുന്നില്ല. ഇനി പാട്ടിൻ്റെ അങ്ങോട്ട് പോകും തോറും എല്ലാ വരികളും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പാടിക്കൊടുക്കുന്നത് ലീഡ് സിംഗറും അതിനുശേഷം ഗ്രൂപ്പ് അംഗങ്ങൾ അത് ഏറ്റുപാടുന്ന രീതിയിൽ ഇത് അവതരിപ്പിക്കാവുന്നതാണ്. ഈ പല്ലവിയിലേക്ക് പോകുമ്പോൾ കരോക്കെ വെച്ചിട്ടാണ് പാടുന്നതെങ്കിൽ അതിനിടയിൽ ഒരു BGM ഉണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞ ഉടനെ പാടിത്തുടങ്ങാം. ഇനി കരോക്കെ വെക്കാതെയാണ് നിങ്ങൾ പാടുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു വിരുത്തം കഴിഞ്ഞ ശേഷം ഒരു കൗണ്ട് കൊടുക്കുക. അതായത് വന്ദേ മാതരം നിരുപമ സുരുചിര ജനനി എന്ന് ആരംഭിക്കാവുന്നതാണ്. നിരുപമ സുരുചിര ജനനി ഇതു സ്നേഹസുധാമൃതഗാത്രീ. ഇതാണ് ആദ്യത്തെ വരി. നിരുപമ നിരുപമ സുരുചിര, അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. നിരുപമ പ്ലെയിൻ ആയിട്ട് പാടുക, സുരുചിര അവിടെ നിന്ന് ഇളക്കി ഇളക്കി പാടുക. നിരുപമ സുരുചിര ജനനി ഇതു സ്നേഹസുധാമൃതഗാത്രീ. സുരുചിരയുടെ നമ്മൾ അവിടെ ഇളക്കിയില്ലേ, അതേപോലെ തന്നെ സുധാമൃത ആ വാക്കിനും ചെറുതായിട്ടൊന്ന് ഇളക്കുക.
നിരുപമ സുരുചിരജനനീ ഇതു സ്നേഹസുധാമൃതഗാത്രേ. ഇനി ഇത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ചെറിയൊരു വ്യത്യാസമുള്ളത് ജനനിയുടെ അവിടെയാണ്. നിരുപമ സുരുചിരജനനീ എന്ന് വരും. ആദ്യം പാടിയത് ജനനീ, രണ്ടാമത് പാടുമ്പോൾ ജനനീ എന്ന് വരും. ഇതാണ് വ്യത്യാസം. ഇതു സ്നേഹസുധാമൃതഗാത്രേ. അടുത്ത വരി പാരതന്ത്ര്യ ചങ്ങല പൊട്ടിച്ചുണർന്നെണീറ്റൊരു മേദിനി. കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നും, എളുപ്പമാണ്. പാരതന്ത്ര്യ, അവിടെ ശ്രദ്ധിക്കേണ്ടത് പാ എന്ന അക്ഷരമാണ്. ഇളക്കുന്നുണ്ട്. പാരതന്ത്ര്യ ചങ്ങല പൊട്ടി. ഞാൻ മുറിച്ച് മുറിച്ച് പാടുകയാണ്. പാടുമ്പോൾ പരമാവധി ഈ ഒരു വരി ഒരുമിച്ച് തന്നെ പാടാൻ നോക്കുക. അല്ലെങ്കിൽ അർത്ഥം നഷ്ടപ്പെട്ടു പോവാത്ത രീതിയിൽ മുറിച്ച് മുറിച്ച് പാടാം. പാരതന്ത്ര്യ ചങ്ങല പൊട്ടി, ചങ്ങല പൊട്ടി എളുപ്പമാണല്ലോ. ബാക്കി ചുണർന്നെണീറ്റൊരു, ആ നീറ്റൊരുടെ അവിടെയാണ് ബുദ്ധിമുട്ട് വരിക. ചുണർന്നെണീറ്റൊരു, അങ്ങനെ പാടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചുണർന്നെണീറ്റൊരു എന്ന് പാടിയാലും മതി. മേദിനി ഒരുമിച്ച് പാടുമ്പോൾ പാരതന്ത്ര്യ ചങ്ങല പൊട്ടിച്ചുണർന്നെണീറ്റൊരു മേദിനി. മേദിനിയുടെ ഇവിടെ കട്ട് ചെയ്തോളൂ. ഉണർന്നെണീറ്റൊരു കട്ട് ചെയ്തിട്ട് മേദിനി പാടിയാലും മതി. ഭാരതം ഇതു ഭാരതം പാരിലെ സ്നേഹസാഗരം. സിമ്പിളാണ്. ഭാരതം ഭാരതം ഇതു ഭാരതം. അടുത്ത വരി പാരിലെ സ്നേഹസാഗരം. ഭാരതം ഇതു ഭാരതം പാരിലെ സ്നേഹസാഗരം. ഇത്രയേ ഉള്ളൂ പല്ലവി. ഇനി അനുപല്ലവി. നേരത്തെ പറഞ്ഞതുപോലെ കരോക്കെ വെച്ച് പാടുമ്പോൾ നമുക്ക് BGM ഉണ്ടാവും. ഇനി കരോക്കെ ഇല്ലാതെ പാടുമ്പോൾ ഈ പല്ലവിയുടെയും അനുപല്ലവിയുടെയും ഇടയിൽ ഒരു കണക്റ്റിംഗ് ലിങ്ക് ആയിട്ട് ഒരു ഹമ്മിങ് ഉണ്ട്. അത് എല്ലാവരും കൂടെ പാടേണ്ടതാണ്, കോറസ് ആയിട്ട് പാടേണ്ടതാണ്. അതിങ്ങനെയാണ്. ആ ആ ആ ആ ആ ആ. ഈ ഒരു 4 എണ്ണാണ് വരുന്നത്. അതിൽ ആദ്യത്തേതും നാലാമത്തേതും സെയിം ആണ്. രണ്ടാമത്തെ മൂന്നാമത്തെയാണ് വ്യത്യാസം വരുന്നത്. അതിങ്ങനെയാണ്. ആദ്യത്തേത് ആ ആ, രണ്ടാമത്തത് ആ ആ. വ്യത്യാസം മനസ്സിലായല്ലോ. ഈ ഓരോ പോർഷനെയും 2 കഷ്ണമാക്കുകയാണെങ്കിൽ ആദ്യത്തെ കഷ്ണം 4 എണ്ണത്തിനും സെയിം ആണ്. രണ്ടാമത്തതിൽ ഒന്നാമത്തതും നാലാമത്തതും സെയിം ആണ്. 2ഉം 3ഉം വ്യത്യസ്തമാണ്. ഞാൻ അധികം പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല, പാടുമ്പോൾ മനസ്സിലാവും. ആ ആ, ഒന്നാമത്തത് ആ ആ മഗരി സാ എന്ന് വരും. മൂന്നാമത്തത് ആ ആ ദമഗരി എന്ന് വരും. ആ ആ. ഇനി ഈ ഹമ്മിങ് പാടുന്നതിനേക്കാളും കുറച്ചും കൂടെ ചിലപ്പോൾ സ്വരം പാടുമ്പോൾ നിങ്ങൾക്ക് പാടാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ സ്വരം ഇങ്ങനെയാണ് വരുന്നത്. ആ രിഗരി സാ ആ മഗരി സാ ആ ദമഗരി ആ രിഗരി സാ എന്നും നിങ്ങൾക്ക് പാടാം. ഇത് അവതരിപ്പിക്കുന്ന നിങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടു തന്നിരിക്കുകയാണ്. ഇതിൽ ഏതാണോ നിങ്ങൾക്ക് പാടിയിട്ട് കുറച്ചും കൂടെ നന്നായി പാടാൻ പറ്റുന്നത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. അനുപല്ലവി ഇങ്ങനെയാണ്. നാനാത്വത്തേകത്വത്തിൻ ചരടിൽ കോർത്തൊരു ഭൂമി. നാനാത്വത്തിൻ ഏകത്വത്തിൻ, 2 വാക്കും ഒരേ ട്യൂണാണ്. നാനാത്വത്തേകത്വത്തിൻ ചരടിൽ, അവിടുന്ന് കുറച്ച് മുകളിലോട്ട്, ചരടിൽ കോർത്തൊരു ഭൂമി. നാനാത്വത്തേകത്വത്തിൻ ചരടിൽ കോർത്തൊരു ഭൂമി.
അത് 2 തവണ പാടുന്നുണ്ട്. അടുത്ത വരി നാരായത്തിൻ തുമ്പിൽ തെളിയും തത്വമസിയുടെ ഭൂമി. നാരായത്തിൻ തുമ്പിൽ തെളിയും തത്വമസിയുടെ ഭൂമി. ഏകദേശം നമ്മൾ ഭാരതം ഇതു ഭാരതം എന്ന് പാടിയ അതേ ട്യൂണ് മനസ്സിൽ വെച്ചുകൊണ്ട് പാടിയാൽ മതി. അത് എക്സാക്ട് അതല്ല എങ്കിൽ പോലും ഏകദേശം ആ ഒരു ട്യൂണാണ്. നാരായത്തിൻ തുമ്പിൽ തെളിയും തത്വമസിയുടെ ഭൂമി. അതും 2 തവണ പാടണം. അത് കഴിഞ്ഞ് പല്ലവിയിൽ പാടിയ ആ ഭാഗമില്ലേ, ഭാരതം ഇതു ഭാരതം പാരിലെ സ്നേഹസാഗരം, ആ വരി 2 തവണ പാടിയിട്ടാണ് അനുപല്ലവി കംപ്ലീറ്റ് ആവുന്നത്. സാധാരണ നമ്മൾ അനുപല്ലവി പാടിയ ശേഷം പല്ലവി ഒന്ന് പാടും അല്ലേ. ഇവിടെ പല്ലവിയുടെ അതേ ട്യൂണിൽ വേറെ വരിയാണ് പാടുന്നത്. അതിങ്ങനെയാണ്. ഹിമഗിരി ശിഖരം ചൂടി സൈന്ധവ സംസ്കൃതി പാടി നിരുപമ സുരുചിര. ആ ഇളക്കം ഇവിടെ ആർക്ക് വരും? ശിഖരം എന്ന വാക്കിന് വരും. ഹിമഗിരി ശിഖരം ചൂടി സൈന്ധവ സംസ്കൃതി പാടി സ്നേഹസുധാമൃത സൈന്ധവ സംസ്കൃതി പാടി. ഹിമഗിരി ശിഖരം ചൂടി ജനനി എന്ന് പാടിയത് ഇവിടെ ചൂടി എന്നാവും. സൈന്ധവ സംസ്കൃതി പാടി സ്നേഹസുധാമൃത, അതിവിടെ സംസ്കൃതി എന്ന് വരും. ട്യൂൺ സെയിം ആണ്, വരി മാത്രമേ മാറുന്നുള്ളൂ. ഹിമഗിരി ശിഖരം ചൂടി സൈന്ധവ സംസ്കൃതി പാടി ഹരിതാംബരധര ശ്യാമസുന്ദര ചാരുതയാർന്നൊരു ധരണി. ഹരിതാംബരധര ശ്യാമസുന്ദര ചാരുതയാർന്നൊരു ധരണി. ഭാരതം ഇതു ഭാരതം പാരിലെ സ്നേഹസാഗരം. ഭാരതം ഇതു ഭാരതം പാരിലെ സ്നേഹസാഗരം. ഇനി ചരണം. ചരണം അനുപല്ലവിയുടെ അതേ ട്യൂണാണ്. അതുകൊണ്ട് ഞാൻ നിർത്തി പാടുന്നില്ല, ലിറിക്സ് കൊടുക്കാം, എൻ്റെ ഒപ്പം ഒന്ന് പാടി നോക്കിക്കോളൂ കേട്ടോ. മതേതരത്വം മാനവ സംസ്കൃതിയായി വളർന്നൊരു ഭൂമി. മതേതരത്വം മാനവ സംസ്കൃതിയായി വളർന്നൊരു ഭൂമി. ദേശീയതയുടെ ചാരുത ചേർന്നോരുണർത്തു പാട്ടിൻ ഭൂമി. ദേശീയതയുടെ ചാരുത ചേർന്നോരുണർത്തു പാട്ടിൻ ഭൂമി. ഭാരതം ഇതു ഭാരതം പാരിലെ സ്നേഹസാഗരം. ഭാരതം ഇതു ഭാരതം പാരിലെ സ്നേഹസാഗരം. നിരുപമ സുരുചിര ജനനി. അതിനുശേഷം പല്ലവി മുഴുവൻ പാടുക. ഇനി ഈ പാട്ട് പാടി അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, പല്ലവി മുഴുവൻ പാടിയിട്ട് ഭാരതം ഇതു ഭാരതം എന്ന ഭാഗം നമ്മൾ ഒഴിവാക്കും. അതിന് പകരം വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം ഇങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത്. ആദ്യത്തത് വന്ദേ മാതരം, രണ്ടാമത്തത് വന്ദേ മാതരം, മൂന്നാമത് ആദ്യത്തെ തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്, വന്ദേ മാതരം. നാലാമത്തത് നമ്മൾ മുകളിൽ കൊണ്ടുപോയിട്ട് നിർത്തുക, വന്ദേ മാതരം. നമ്മൾ തുടക്കത്തിൽ വിരുത്തം പാടിയത് ഓർമ്മയുണ്ടോ? അതേപോലെ തന്നെ, പക്ഷെ ഇത് നമ്മളൊരു ഋതത്തിൽ പാടും, അതേ ഉള്ളൂ വ്യത്യാസം. ഒന്നുകൂടെ പാടാം. വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം. ഇങ്ങനെ അവസാനിപ്പിക്കാം. ഇനി ഇതിൽ തന്നെ നിങ്ങൾക്ക് ചെറിയ ഇംപ്രവൈസേഷൻസ് ഒക്കെ വരുത്താവുന്നത്, ഒന്ന്
ഭാരതം, ആ വരിയില്ലേ അതില് പാരിലെ സ്നേഹസാഗരം എന്നാണ് പാടുന്നത്. പാരിലെ സ്നേഹസാഗരം. അത് വേണമെങ്കിൽ റിപ്പീറ്റ് പാടുന്ന സമയത്ത് പാരിലെ സ്നേഹസാഗരം എന്നും പാടാം. അപ്പൊ അതിങ്ങനെ വരും: ഭാരതം ഇതു ഭാരതം, പാരിലെ സ്നേഹസാഗരം. റിപ്പീറ്റില്: ഭാരതം ഇതു ഭാരതം, പാരിലെ സ്നേഹസാഗരം. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഈ റിപ്പീറ്റേഷനിൽ നമ്മൾ പാടുമ്പോഴേ ആ ഒരു ആവർത്തന വിരസത ഒഴിവാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു വ്യത്യാസങ്ങളൊക്കെ നമുക്ക് വരുത്താവുന്നതാണ്. ഇൻഡിപെൻഡൻസ് ഡേക്കും വരുന്ന റിപ്പബ്ലിക് ഡേക്കും ഒക്കെ നിങ്ങളുടെ വീട്ടിനടുത്തുള്ള കലാസമിതികളിലൊക്കെ കരോക്കെയോടുകൂടി പാടാൻ ഈ പാട്ട് നിങ്ങളെ സഹായിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീണ്ടും കാണുന്നത് വരെ ഏവർക്കും നന്ദി, നമസ്കാരം.